അസ്സലാമു അലൈക്കും. ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ടിലെ രണ്ടാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നഖറ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹുവേ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ. വഴ്സിൽഹു, മയ്യിത്തിനെ നീ കുളിപ്പിക്കണമേ. അസ്സൽജു, മഞ്ഞ്. അൽ ബറദു, അലിയും പഴം, ആലിപ്പഴം. നഖ്ഹി മിനൽ ഖതായ, പാപങ്ങളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കണമേ. അബ്ദിൽ ഹുദാരൻ ഖൈറ മിൻ ദാരിഹി, തൻ്റെ ഭവനത്തേക്കാൾ ഉത്തമമായ ഭവനം അവന് നീ പകരം നൽകണമേ. അദ്ഖിൽഹുൽ ജന്നത്ത്, അവനെ സ്വർഗത്തിൽ കടത്തേണമേ. അഇദ്ഹു മിൻ അദാബിൽ ഖബ്രി, ഖബർ ശിക്ഷയിൽ നിന്ന് അവന് അഭയം നൽകണമേ. അല്ലാഹുമ്മ സബ്ബത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ചോദ്യവേളയിൽ മയ്യിത്തിന് നീ സ്ഥൈര്യം നൽകണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ മയ്യിത്തിന് നീ ഉത്തരം തോന്നിപ്പിക്കണമേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്ര അൻ ജംബൈഹ്, അല്ലാഹുവേ മയ്യിത്തിന്റെ ഇരു പാർശ്വങ്ങളെ തൊട്ടും ഖബറിനെ നീ വിശാലമാക്കണമേ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വർഹംഹ്, അല്ലാഹുവേ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ, കാരുണ്യം ചൊരിയണമേ. അല്ലാഹുമ്മ ആമിൻഹു കുല്ലിൽ ഫസൽ, അല്ലാഹുവേ സർവ്വ ഭയങ്ങളിൽ നിന്നും മയ്യിത്തിന് നീ അഭയം നൽകണമേ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1, മരിച്ചവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യൽ നിർബന്ധമാണ്? ഉത്തരം: മയ്യിത്തിനെ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കൽ, മയ്യിത്ത് മറമാടൽ തുടങ്ങിയവ. രണ്ടാമത്തെ ചോദ്യം: മയ്യിത്ത് സംസ്കരണത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ഉത്തരം: 2 ഖീറാത്ത്. 3. ഖീറാത്ത് എന്നാൽ എന്ത്? ഉത്തരം: ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് ഒരു ഖീറാത്ത്. 4. മയ്യിത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ ഖാലി ജനങ്ങളോട് പറഞ്ഞു. ഇതിന്റെ ഉദ്ദേശമെന്ത്? ഉത്തരം: പരലോകത്ത് ആ തെറ്റിൽ നിന്നും മയ്യിത്തിന് മോചനം ലഭിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. 5. മയ്യിത്തിന് വേണ്ടി യാസീൻ ഓതാൻ നിർദ്ദേശിക്കുന്ന ഹദീസ് എഴുതുക. ഉത്തരം: ഇഖ്റഉ സൂറത്തെ യാസീൻ അലാ മൗതാക്കും. ബാക്കിയുള്ള വർക്കുകൾ ഈ പാഠത്തിലെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.